പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ പഞ്ചകർമ്മ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ചികിത്സ രണ്ട് തരത്തിലെന്ന് പറഞ്ഞ പോലെ ശോധനമെന്നും ശമനമെന്നും. ഇതിൽ ശോധന ചികിത്സയാണ് പഞ്ചകർമ്മയിൽ വരുന്നത്. അതായത് വമന, വിരേചന, ബസ്തി, നസ്യ, രക്തമോക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5 കർമ്മങ്ങളാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പഞ്ചകർമ്മ അതായത് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരം നമ്മൾ റെഡിയാക്കണം, തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 3 പ്രീ സോൺസ് അല്ലെങ്കിൽ ഘട്ടങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ദീപനപാചനം, രണ്ടാമത് സ്നേഹനം, പിന്നെ സ്വേദനം എന്ന് പറയുന്നു. അപ്പോൾ ദീപനപാചനം എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നി ഡൈജസ്റ്റീവ് ഫയർ വെച്ച് തുടങ്ങുകയാണ്. പിന്നീട് സ്നേഹനം എന്ന് പറയുമ്പം ഓയിലേഷൻ തെറാപ്പിയാണ്. സ്വേദനം എന്ന് പറയുമ്പം സഡീഷൻ തെറാപ്പിയാണ്. സോ പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓർ ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രോഗത്തെ ശമിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ്. സോ ഇറ്റ്സ് എ ബയോ പ്യൂരിഫിക്കേഷൻ തെറാപ്പി അലോങ് വിത്ത് പല രോഗങ്ങളിൽ നിന്നും അദൃശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു പഞ്ചകർമ്മ ചികിത്സയിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു, ടോട്ടൽ ബോഡീനെ ക്ലെൻസ് ചെയ്യുന്നു, നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പഞ്ചകർമ്മ ചികിത്സയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ത്രിദോഷത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് 3 ദോഷങ്ങൾ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്: വാതം, പിത്തം, കഫം. സോ ഈ പറയുന്ന ത്രിദോഷത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് തകരാറിലായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിഷങ്ങൾ അടിഞ്ഞുകൂടും, വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടും. അപ്പോൾ ഇത് അടിഞ്ഞുകൂടുന്നത് എവിടെയായിരിക്കും? ട്രിഗർ ചെയ്യുന്നത് പെർട്ടിക്കുലർലി നമ്മുടെ ദഹനം, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ നാഡീവ്യൂഹം തുടങ്ങി ഒരുപാട് തരത്തിലുള്ള സർക്കുലേഷനിൽ പോയിട്ട് അതൊരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ രോഗം ഉണ്ടാവുന്നു. സോ ആ ഒരു പേഷ്യൻറ്റിന് പലതരത്തിലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം നമ്മൾ നോക്കേണ്ടത് അയാളുടെ ഗട്ട് ഹെൽത്ത് ആണ്. അവിടെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഒബ്സ്ട്രക്ഷനെ നമ്മൾ റിമൂവ് ചെയ്താൽ തന്നെ ബാക്കി വരുന്ന എല്ലാ സിംറ്റംസിനെയും നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് ആ ഒരു പേഷ്യൻറ്റിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഓവറോൾ ക്ലെൻസിങ് അല്ലെങ്കിൽ പഞ്ചകർമ്മ ശോധന നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അയാളുടെ അവസ്ഥ, അയാളുടെ ബലം, അയാളുടെ ഏജ് എല്ലാം നമ്മൾ നോക്കണം. ഏതൊരു പേഷ്യൻറ്റ് പഞ്ചകർമ്മ അല്ലെങ്കിൽ ശോധന ചികിത്സ എടുക്കുകയാണെങ്കിൽ അയാളുടെ ശരീരം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. അതിനായിട്ടാണ് നമ്മൾ പ്രധാന കർമ്മത്തിന് മുൻപായിട്ട് പൂർവ്വകർമ്മങ്ങൾ ചെയ്യുന്നത്. അതിലാണ് ഈ ദീപനപാചനവും സ്നേഹനവും അതുപോലെ സ്വേദനവും ട്രീറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ദീപനപാചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹന അഗ്നിയാണ്. ദഹന അഗ്നിയെ നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഓൾറെഡി അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഈ വിഷാംശങ്ങളെ ഈ മരുന്നിലൂടെ നമുക്ക് ദ്രവീകരിക്കാനും ലിക്വിഫൈ ചെയ്യാനും അത് വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. ഓയിലേഷൻ തെറാപ്പിയാണ് സ്നേഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ഓയിലേഷനും ഉണ്ട്, എക്സ്റ്റേണൽ ഓയിലേഷനും ഉണ്ട്. ഇന്റേണൽ ഓയിലേഷൻ എന്ന് പറയുമ്പോൾ അകത്ത് നമ്മൾ നെയ്യ് കൊടുക്കുന്നതാണ്, നെയ്യ് സേവിക്കുന്നതാണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നെയ്യ് സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചിലപ്പോഴത് ഇന്ദുകാന്തം ഘൃതാവാം, അല്ലെങ്കിൽ ഇന്ദുകാന്തം സുകുമാര ഘൃതാവാം, ഗുഗുലു തിക്തക ഘൃതാവാം. അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ നെയ്യാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ദീപനപാചനം ഡൈജഷൻ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു, അയാളുടെ ബോഡി നമ്മളൊന്ന് റെഡിയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ സ്നേഹനം ഇന്റേണൽ ഗീ ഇൻടേക്ക് ചെയ്യാൻ പറയുകയാണ്. അപ്പം നെയ്യ് നമ്മൾ സെലക്ട് ചെയ്തല്ലോ ഓൾറെഡി, അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ഒന്ന് ചൂട് വെള്ളത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഓരോ അളവ് എടുത്തിട്ട് വേണം ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഓരോ പേഷ്യൻറ്റിൻ്റെ ഡോസേജും ഡിഫറെൻ്റ് ആയിരിക്കും. അയാളുടെ കോഷ്ടം അനുസരിച്ചിട്ട് എത്ര കപ്പാസിറ്റി ഉണ്ടോ അയാൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ഡോക്ടറും ഡോസേജ് നിർണ്ണയിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഫസ്റ്റ് ഡേ 25 ml ഗീ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനോട് രാവിലെ 6 മണിക്ക് എണീക്കുക, എന്നിട്ട് അയാളുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹി ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദ ഗീ. അപ്പോൾ 25 ml ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുടിക്കാം. കുടിച്ചതിന് ഉടനെ തന്നെ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഊതി കുടിക്കണം.
ഊതി ഊതി കുടിച്ചതിന് ശേഷം ഓരോ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സും ഇച്ചിരി ചൂടുവെള്ളം സിപ്പായിട്ട് കുടിക്കാം. സോ എപ്പോഴാണോ ആ ഒരു പേഷ്യൻറ്റിന് നോർമൽ ആയിട്ടുള്ള, അതായത് ഗീയുടെ സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു ബേർപ്പ് വരുന്നു, അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഹങ്കർ വരുന്നു, അപ്പോൾ ഇതൊക്കെ ഒരു ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പേഷ്യൻസിനോട് ഡയറക്റ്റ്ലി ചോദിക്കും, നിങ്ങൾക്ക് വിശപ്പ് വന്നോ, അല്ലെങ്കിൽ ഗീ സ്മെല്ലില്ലാത്ത ബേർപ്പ് വന്നോ. അപ്പോൾ നമ്മൾ നോക്കാം, ചെറിയ മൈൽഡ് ഹങ്കർ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ലൈക്ക് ഒരു മോഡറേറ്റ് ടു സിവിയർ ഇൻ ബിറ്റ്വീൻ ഒരു ഹങ്കർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻറ്റിന് കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. അതായത് ഏറ്റവും ബെറ്റർ കഞ്ഞിയാണ് കഴിക്കേണ്ടത്. കഞ്ഞി കുറച്ച് പയറും കൂടി ഇട്ടിട്ട് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പൊങ്കലോ കിച്ചടിയോ അങ്ങനെ നോക്കിയിട്ട് അവർക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും ബെറ്റർ കഞ്ഞിയായിരിക്കും. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ പ്ലാൻ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒബെസിറ്റി അല്ലെങ്കിൽ വണ്ണം വെക്കുന്നത് ആണ് പ്രശ്നമെങ്കിൽ ബെറ്റർ അവർക്ക് കഞ്ഞി തന്നെ കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കഞ്ഞി കുടിക്കാം. സോ നെക്സ്റ്റ് ഹങ്കർ അവർക്ക് എപ്പോഴാണോ വരുന്നത് ആ ടൈം നമ്മൾ നോട്ട് ചെയ്യാം. സോ എപ്പോഴും ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ മോർണിംഗും ഒരു ഫോളോ അപ്പ് അത്യാവശ്യമാണ്. ഈവൻ അവരുടെ ഹങ്കറും നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ വൈകിട്ടും ഒരു ഫോളോ അപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈകിട്ട് നമ്മൾ ചെയ്യുന്ന ഫോളോ അപ്പിനനുസരിച്ചിരിക്കും നെക്സ്റ്റ് ഡേ ഡോസേജ് നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഓവറോൾ ഒരു ഫോളോ അപ്പ് നമ്മൾ എടുക്കേണ്ടതാണ്. സോ നെക്സ്റ്റ് ഡേ നമുക്കിപ്പോൾ സപ്പോസ് 50 ml ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നെയ്യുടെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി വരും. സോ ഇഫ് ഇറ്റ് ഇസ് 25 ഓൺ ദ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഇറ്റ് വിൽ ബി 50 ml, തേർഡ് ഡേ അത് 75 ml ആവാം, പിന്നീട് അത് 100 ആവാം, 120 ആവാം. അപ്പോൾ അത് അങ്ങനെ പോകുന്നു. അപ്പോൾ ചില പേഷ്യൻസ് വിത്തിൻ 3 ഡോസേജസ്, അതായത് ഒരു 75 ml എടുക്കുമ്പോൾ തന്നെ പേഷ്യൻ്റ് പറയും, ഐ ഹാവ് പാസ്ഡ്, അതായത് മോഷൻ ഒക്കെ നന്നായിട്ട് നെയ്യ് കണ്ടൻറ്റോട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ട്, ഫ്രോത്തി സ്റ്റൂൾസ് മലത്തിലൊക്കെ ഫ്രോത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറയും സ്നിഗ്ധ ലക്ഷണമൊക്കെ പറയുമ്പോൾ ഓയിലി സ്കിന്നൊക്കെ കുറച്ച് ഓയിലി നറിഷ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെയ്യ് കുടിപ്പിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു ഡോസേജ് നമ്മൾ അങ്ങനെ കൂട്ടി കൊണ്ടുവരും. പിന്നെ ചില ആൾക്കാർക്കുള്ള ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ നെയ്യ് കഴിക്കുന്നത്, അതെന്താ നമുക്ക് ഉച്ചയ്ക്ക് നെയ്യ് കഴിച്ചാൽ? അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നെയ്യ് കുടിപ്പിക്കുന്നത് അത് ഡൈജസ്റ്റ് ചെയ്യാനല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ രാവിലെ കാലത്ത് നമ്മൾ ആയുർവേദ വിധി പ്രകാരം പറയുന്നത് കഫദോഷത്തിൻ്റെ ടൈമാണ്. കഫദോഷം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നെയ്യ് കുടിക്കുന്ന സമയത്ത് അവിടെ നെയ്യ് ഡൈജസ്റ്റ് ആവില്ല, അത് അക്യുമുലേറ്റ് ആയിട്ട് കിടക്കും അല്ലേ. അപ്പം ഇങ്ങനെ വർദ്ധിപ്പിച്ച് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പേഷ്യൻറ്റിനോട് പറയും സെൻട്രൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ, അതായത് സ്നേഹന തെറാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പം എക്സ്റ്റേണൽ ഓയിലേഷൻ, സോ സ്നേഹനത്തിൽ 2 തരം ഉണ്ട്. അതായത് ഇന്റേണൽ ഓയിലേഷൻ നമ്മൾ പറഞ്ഞു നെയ്യ് കഴിക്കുന്നതും, എക്സ്റ്റേണൽ ഓയിലേഷൻ എന്ന് പറയുന്നത് പുറത്ത്, അതായത് പുറമേ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിനെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഡോക്ടറിൻ്റെ യുക്തി പ്രകാരം ചിലപ്പോൾ 1 ദിവസം ആവാം, അല്ലെങ്കിൽ 3 ദിവസം ആവാം. അത് ഡിപ്പെൻഡ് അപ്പോൺ പേഷ്യൻസ് കണ്ടീഷൻസ് ആണ്. അപ്പം നോർമലി അഭ്യംഗമാണ് കൊടുക്കാറ്. നോർമൽ ബോഡി മസാജ്, മെഡിക്കേറ്റഡ് ഓയിൽ മസാജിൻ്റെ കൂടെ സ്റ്റീമും കൂടി എടുക്കുമ്പോൾ ഈ അക്യുമുലേറ്റഡ് ആയി കിടന്നിട്ടുള്ള ഈ വിഷാംശം, അതായത് ഈ ടോക്സിക് എലമെൻറ്റ്സ് ഒക്കെ നമ്മളെ ട്രാക്റ്റിലേക്ക്, അതായത് അലിമെൻ്ററി ട്രാക്ട് കോഷ്ടത്തിലേക്ക് വന്ന് പിന്നെ ലാസ്റ്റ് ഡേ നമ്മളൊരു വിരേചനം, ഫോർ എക്സാമ്പിൾ വിരേചനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് പെർഗേഷൻ, ലൂസ് മോഷനായിട്ട് പോകുന്ന ട്രീറ്റ്മെൻറ്റ്, ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ രാവിലെ വിരേചനത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് തരുമ്പോൾ ഈ ഇവിടെ അക്യുമുലേറ്റഡ് ആയി കിടക്കുന്നുള്ള ആ ടോക്സിക് എലമെൻറ്റ്സ് ഈ മരുന്നിലൂടെ കംപ്ലീറ്റ് പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു 3 ടൈംസോ അല്ലെങ്കിൽ 5 ടൈംസോ 10 ടൈംസോ 15 ടൈംസോ ലൂസ് മോഷൻസ് വന്നേക്കാം. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ പാലിക്കേണ്ട കുറേ ഡയറ്റിക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നെയ്യ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് കഴിക്കാൻ പാടില്ല. അതുപോലെ നോൺ വെജ് ഐറ്റംസും എഗ്ഗും ഒന്നും കഴിക്കരുത്. ടെൻഡർ കോക്കനട്ട് വാട്ടർ കഴിക്കരുത്. ഫാസ്റ്റ് ഫുഡ്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ചായ, കാപ്പി, അതൊക്കെ മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇത് റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്നും നമ്മൾ ഈ പറയുന്നതൊന്നും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ മാക്സിമം അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിൽ ജസ്റ്റ് ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ കൂടുതൽ ക്രേവിങ്സ് വരും. അതുവഴി ഹെഡേക്കും, അതായത് വാതപ്രകോപം ഉണ്ടായിട്ട് ഹെഡേക്കും കാര്യങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ
പേഷ്യൻസിനോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇതാണ് ഓവറോൾ ഒരു സ്നേഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. സ്വേദനം ഞാൻ പറഞ്ഞു, അത് സെഡേഷൻ ആണ്. അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായം ഒഴിച്ചിട്ട് ആ ഒരു സ്റ്റീം ബോക്സിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് സ്റ്റീം കൊള്ളും. അപ്പോൾ അതുവഴിയാണ് ഈ ടോക്സിക് എലമെന്റ്സ് എല്ലാം കൂടി കളക്ട് ചെയ്ത് ആ ഒരു പ്രക്രിയ വരുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് നമ്മുടെ ഇനീഷ്യൽ പൂർവ്വകർമ്മത്തിൽ വരുന്നത്. അപ്പോൾ പ്രധാന കർമ്മം എന്ന് പറയുമ്പോൾ വമനം, വിരേചനം, ബസ്തി, നസ്യം, രക്തമോഷണം എന്ന് പറഞ്ഞിട്ടുള്ള 5 കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ്. വമനം എന്ന് പറയുമ്പം എമസിസ് ആണ്, ഛർദ്ദിപ്പിക്കലാണ്. ഔഷധ കൂട്ടൽ മരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. വിരേചനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പർഗേഷൻ ആണ്. നസ്യം എന്ന് പറയുമ്പോൾ നേസൽ ഇൻസ്റ്റലേഷൻ ഓഫ് മെഡിസിൻസ് ആണ്. അതായത് മൂക്ക് വഴി നമ്മൾ മരുന്ന് ഒറ്റിച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് സൈനസൈറ്റിസ്, ഹെഡേക്ക്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ, ഈവൻ പാരാലിസിസ് കേസസിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ബസ്തി ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എനിമയാണ് അത് പറയുന്നത്. ഓക്കെ, അത് വാതദോഷത്തിന് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. അത് പ്രകോപിതമായിട്ടുള്ള വാതദോഷത്തിന്. പിന്നെ രക്തമോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദുഷിച്ച രക്തം എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ജലൗക, അതായത് ലീച്ച് തെറാപ്പി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ. ഇപ്പോൾ മുഖത്ത് കുരുക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വെരിക്കോസ് അൾസർ, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ അട്ടയെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ സിരാവേദനം എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ പഞ്ചകർമ്മ കറക്റ്റായ രീതിയിൽ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അസുഖം വളരെ പെട്ടെന്ന് ഭേദാവുന്നതിൻ്റെ കൂടെ പിന്നീട് അത് ആവർത്തിച്ച് വരില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ പുനഃ അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്ലെൻസിങ് ചെയ്യേണ്ടതാണ്. ഒരു തവണ നമ്മൾ വമനം ചെയ്തു, അപ്പോൾ വമന വിരേചനം, അപ്പം അങ്ങനെ ചെയ്ത് ഒരു 21 days ഓഫ് ക്ലെൻസിങ് പ്രൊസീജിയർ ആയിരിക്കാം. പിന്നെ കുറച്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം. കാരണം സോറിയാസിസ് കേസസിലൊക്കെ ഗ്രാഫ് കൂടി കുറഞ്ഞൊക്കെ വരും. അപ്പോൾ ഒരിക്കലും ഒരു ആയുർവേദ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് ഫസ്റ്റ് തന്നെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് കൊടുക്കാതിരിക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് പെട്ടെന്ന് മാറില്ല, നിങ്ങളുടെ കണ്ടീഷൻ അങ്ങനെയാണ്. ചികിത്സയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കത് നിർത്താൻ പറ്റില്ല. അത് അങ്ങനെ ഓരോ ചെയിനായിട്ട് അങ്ങനെ പോകും. സോ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ വമനത്തെക്കുറിച്ചും വിരേചനത്തെക്കുറിച്ചും നസ്യം, ബസ്തി എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അടുത്ത ഓരോരോ വീഡിയോയിൽ ഓരോ ടോപ്പിക്കായിട്ട് വരാം. അതായത് ഒരു വീഡിയോയിൽ വമനം, ഒന്നിൽ വിരേചനം, ഒന്നിൽ ബസ്തി, നസ്യം, രക്തമോഷണം, അങ്ങനെ വരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തോളൂ. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.